Hello guys, welcome to my channel. Thanks for all your support. ഇന്ന് തവക്കൽന സൗദിയിൽ ജീവിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ മാറിക്കഴിഞ്ഞു. തവക്കൽന ഇല്ലാതെ സൗദി അറേബ്യയിൽ ഒരു സ്ഥാപനത്തിലും നമുക്ക് പ്രവേശനം അനുവദിക്കുകയില്ല. തവക്കൽന തുടക്കം മുതലേ ഒരു ഇൻ്റർനെറ്റ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ആയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റിന് ശേഷം തവക്കൽനയിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് നോക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ തവക്കൽനയിൽ QR കോഡിന് ചുറ്റും ഒരു ലൈവ് ആനിമേറ്റഡ് സ്ക്വയർ ഷേപ്പ് സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു ആനിമേഷൻ നോക്കി നമ്മുടെ ചെക്കിംഗ് ഓഫീസർക്ക് അത് തവക്കൽന ആപ്ലിക്കേഷൻ തന്നെയാണോ കസ്റ്റമർ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതോ സ്ക്രീൻഷോട്ടോ മറ്റോ ആണോ എന്ന് ഈസിയായി കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യമായി ഇൻ്റർനെറ്റ് ഇല്ലാതെ തവക്കൽന ഓപ്പൺ ചെയ്ത് ഇമ്മ്യൂൺ സ്റ്റാറ്റസ് എങ്ങനെ നോക്കാൻ സാധിക്കും എന്ന് കാണാം. അതിനായി ലൊക്കേഷൻ ഓൺ ചെയ്ത് നമുക്ക് തവക്കൽന ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ കാണാവുന്നതാണ്, ഇവിടെ എൻ്റെ വൈഫൈയോ മൊബൈൽ ഡേറ്റയോ ഒന്നും തന്നെ ഓൺ ആക്കിയിട്ടില്ല. ഞാൻ ഇപ്പോൾ ലൊക്കേഷൻ ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ ലൊക്കേഷൻ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തവക്കൽന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ തവക്കൽന ഓൺ ചെയ്തു. ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ്, എൻ്റെ സ്റ്റാറ്റസ് ഇമ്മ്യൂൺ എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മളുടെ ടൈം കാണിച്ചിരിക്കുന്നത് 13 സെപ്റ്റംബർ 10:34 PM. അത് നമ്മുടെ മൊബൈൽ ടൈമുമായിട്ട് ടാലി ആവുന്നുണ്ട്. സെയിം ടൈമാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് വീണ്ടും ചെക്ക് ചെയ്യാം ഇൻ്റർനെറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ടോ ഇൻ്റർനെറ്റ് ഓൺ ആക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. വൈഫൈയും മൊബൈൽ ഡേറ്റയും എല്ലാം ഓഫാണ്. സ്റ്റാറ്റസ് ഇമ്മ്യൂൺ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് തവക്കൽന ഓപ്പൺ ചെയ്ത് നമ്മുടെ വാക്സിനേഷൻ സ്റ്റാറ്റസ് ഇമ്മ്യൂൺ ആണോ അല്ലയോ എന്ന് നോക്കാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമതായിട്ടുള്ള കാര്യം, ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഈ ബാർകോഡിന് ചുറ്റും ഒരു ലൈവ് ആനിമേറ്റഡ് സ്ക്വയർ ഇങ്ങനെ സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് തവക്കൽനയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. ഇത് നോക്കി നമ്മളുടെ ചെക്കിംഗ് ഓഫീസർക്ക് നമ്മൾ തവക്കൽന ആപ്ലിക്കേഷൻ തന്നെയാണോ ഓപ്പൺ ചെയ്തിരിക്കുന്നതെന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഒരു ഇമേജിൽ ഇങ്ങനെ എൻസർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയില്ല. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ സൗദി അറേബ്യയിലുള്ള വലിയ മാളുകളിലും വലിയ സ്ഥാപനങ്ങളിലുമൊക്കെ ബാർകോഡ് സ്കാൻ ചെയ്താണ് നമുക്ക് എൻട്രി പെർമിറ്റ് നൽകുന്നത്. ഇപ്പോൾ നമുക്കൊരു സ്ഥാപനത്തിൽ വലിയ ഷോപ്പിംഗ് മാളുകളിൽ എൻ്റർ ചെയ്യണമെങ്കിൽ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ബാർകോഡ് സ്കാൻ ചെയ്യാൻ പറയും നമ്മുടെ തവക്കൽന ഉപയോഗിച്ച്. അപ്പോൾ തവക്കൽന ഉപയോഗിച്ച് നമുക്ക് ബാർകോഡ് സ്കാൻ ചെയ്യണമെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമുണ്ട്. ഇൻ്റർനെറ്റ് ഇല്ലാതെ സ്കാൻ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ അതെങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഗാദറിംഗ് പ്ലേസ് കോഡ് എന്നുള്ള ഈ ബാർകോഡിൻ്റെ ചിഹ്നത്തിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ സ്ഥാപനത്തിന് മുമ്പിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഇപ്പോൾ കണ്ട പോലെ ബാർകോഡിന് നേരെ നമ്മുടെ മൊബൈൽ കാണിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്ന നമുക്ക് കാണാം, ഇത് ഇൻ്റർനെറ്റ് കണക്ഷൻ അപ്പിയേഴ്സ് ടു ബി ഓഫ്ലൈൻ. അപ്പോൾ നമ്മളുടെ ഇൻ്റർനെറ്റ് ഓഫായിരുന്നു. അപ്പോൾ ഓഫായ ഇൻ്റർനെറ്റ് ഓഫാണെങ്കിൽ നമുക്ക് ബാർകോഡ് സ്കാൻ ചെയ്യാൻ സാധിക്കുകയില്ല. ഇനി നമുക്ക് ഇൻ്റർനെറ്റ് ഓപ്പൺ ആക്കിയൊന്ന് ബാർകോഡ് സ്കാൻ ചെയ്ത് നോക്കാം. ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് മെസ്സേജ് ഒന്നും തന്നെ വന്നില്ല. ബാർകോഡ് സ്കാൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ദ കറണ്ട് നമ്പർ ഓഫ് ദോസ് ഹൂ ആർ ഇൻസൈഡ് ദ പ്ലേസ്, എത്ര പേരാണ് ഇപ്പോൾ ആ പ്ലേസിൽ നമ്മളിപ്പോൾ ബാർകോഡ് സ്കാൻ ചെയ്ത പ്ലേസിൽ ഉള്ളതെന്ന് കാണിക്കുന്നു. അതുപോലെ മാക്സിമം കപ്പാസിറ്റി 2477 ആണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടെ എത്ര കമ്പാനിയനുണ്ടെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്യാമെന്നാണ് എത്ര പേരുണ്ടെന്നുള്ളത്. ഇപ്പോൾ ആരുമില്ലെങ്കിൽ 0 ഇടുക. അതിനുശേഷം ചെക്ക് ഇൻ ചെയ്യുക.
ചെക്ക് ഇൻ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ മുകളിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആക്സസ് ഗ്രാൻറ്റഡ് എന്ന് പറഞ്ഞ മെസ്സേജ് വരുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ സെയിം ടൈമിൽ നമുക്ക് തവക്കൽ ലൈനിലെ അടിഭാഗത്തായിട്ട് ഗ്യാതറിംഗ് പെർമിറ്റ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് കൂടി വന്നതായിട്ട് കാണാവുന്നതാണ്, നമ്മൾ ചെക്ക് ഇൻ ചെയ്ത ഡേറ്റിനും അതേ സമയത്തും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾക്ക് അകത്ത് കയറാനുള്ള പെർമിറ്റാണ്. ഒരു സർട്ടൺ ടൈം കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മൾക്ക് ഈ ഗ്യാതറിംഗ് പെർമിറ്റിൽ ക്ലിക്ക് ചെയ്ത് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇനി ചെക്കൗട്ട് ചെയ്തില്ലെങ്കിലും ഒരു സർട്ടൺ ടൈം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെക്കൗട്ട് ആവുന്നതാണ്. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള തവക്കലിൻ്റെ അപ്ഡേറ്റ്സ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.